ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ മരണം, കുഞ്ഞിനെ കൊന്നത് കുറ്റം സമ്മതിച്ച് പിതാവ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പിതാവ് കുറ്റം സമ്മതിച്ചു. പോലീസ് ചോദ്യം ചെയ്യലിനിടെയാണ് നെയ്യാറ്റിൻകര കവളാകുളം സ്വദേശിയായ ഷിജിൻ കുറ്റം സമ്മതിച്ചത്. കുഞ്ഞിനെ മടിയിലിരുത്തിയ ശേഷം കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചെന്നും ശേഷം കുഞ്ഞ് കുഴഞ്ഞു വീണുവെന്നും പിതാവിന്റെ മൊഴി. ഷിജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭാര്യയോടുള്ള സംശയമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുവാൻ കാരണമെന്ന് ഷിജിൻ പോലീസിന് മൊഴി നൽകി. മൂന്നാം തവണ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കുറ്റം സമ്മതിച്ചത്. അടിവയറിലെ രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഫോറൻസിക് സർജൻ റിപ്പോർട്ട് നൽകിയിരുന്നു. മാതാവിനും മർദ്ദന വിവരം അറിയാമായിരുന്നു എന്ന് പോലീസ് അന്വേഷിക്കുന്നു. മാതാവിനെയും ചോദ്യം ചെയ്തു വരികയാണ്. 3 ആഴ്ച മുൻപ് കുഞ്ഞിന്റെ കൈയിലുണ്ടായ പൊട്ടൽ കൊലപാതക ശ്രമമായിരുന്നുവോ എന്നാണ് പോലീസിന്റെ സംശയം. MDMA പിടികൂടിയ കേസിൽ ആരോപണ വിധേയനായ SHOയെ ഡിറ്റക്ടിംഗ് ഓഫീസറാക്കി പോലീസിന്റെ വിചിത്ര നടപടി. MDMA പിടികൂടിയ കേസിൽ ആരോപണ വിധേയനായ SHOയെ ഡിറ്റക്ടിംഗ് ഓഫീസറാക്കി കരിപ്പൂരിൽ പോലീസിന്റെ വിചിത്ര നടപടി. SHO M അബ്ബാസ് അലിയെയാണ് ഡിറ്റക്ടിംഗ് ഓഫീസറാക്കിയത്. SHO അടുത്ത കാലം വരെ താമസിച്ച വീട്ടിൽ നിന്നാണ് ഇന്നലെ 40 ഗ്രാം MDMA പിടികൂടിയത്. വീട്ടുടമയായ മുഹമ്മദ് കബീറിന് SHOയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് SSB ഇന്റലിജൻസ് ADGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ലഹരി മാഫിയ ബന്ധമുള്ള പ്രതി മുഹമ്മദ് കബീറിന്റെ വാടക വീട്ടിൽ നിന്നും മാറി താമസിക്കണമെന്ന് SHOയ്ക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അവഗണിച്ച് മാസങ്ങളോളം അബ്ബാസ് അലി അതേ വീട്ടിൽ തുടരുകയായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് വീടൊഴിഞ്ഞത്. മുഹമ്മദ് കബീർ ഉൾപ്പെടെ 5 പ്രതികളെ വലയിലാക്കിയത് SPയുടെ ഡാൻസ് ഓഫ് സംഘമാണ്. നാർക്കോട്ടിക് ഡിവൈഎസ്പിയും സ്ഥലത്തുണ്ടായിരുന്നു. മുഖ്യപ്രതിയുമായി അടുത്ത ബന്ധമുള്ള SHO M അബ്ബാസ് അലിയെ ഡിറ്റക്ടിംഗ് ഉദ്യോഗസ്ഥനാക്കിയതിൽ സംശയം ഉയരുന്നുണ്ട്. യുക്രൈൻ യുദ്ധം ത്രിരാഷ്ട്ര ചർച്ചയ്ക്ക് UAEയിൽ തുടക്കം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ത്രിരാഷ്ട്ര ചർച്ചയ്ക്ക് UAEയിൽ തുടക്കമായി. അമേരിക്ക, യുക്രൈൻ, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ചർച്ച നടത്തുന്നത്. ഇന്നും നാളെയും ചർച്ച നടക്കും. ചർച്ച വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞു. US പ്രസിഡൻഷ്യൽ പ്രതിനിധികൾ, യുക്രൈനിയൻ പ്രസിഡന്റ് ചീഫ് സ്റ്റാഫ്, റഷ്യൻ സായുധ സേന ജനറൽ സ്റ്റാഫ്, മെയിൻ ഡയറക്ടറേറ്റ് ചീഫ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 4 വർഷമായി തുടരുകയും അത്യന്തം മാനുഷിക ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത ഒരു പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ നടപടികൾക്ക് ഈ ചർച്ചകൾ സഹായകമാകും. UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കിളിമാനൂരിൽ ധാർ പിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവം അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ച് കോൺഗ്രസ്. തിരുവനന്തപുരം കിളിമാനൂരിൽ ധാർജി പിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ച് കോൺഗ്രസ്. പ്രതികളെ ഉന്നതർ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചാണ് സമരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഗിരി കൃഷ്ണൻ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആതേഷ് സുധർമ്മൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കണ്ണൻ പുല്ലയിൽ എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നിരാഹാര സമരം. ഇക്കഴിഞ്ഞ 4-നാണ് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിൽ വച്ച് രജിത് അംബിക ദമ്പതികൾ അപകടത്തിൽപ്പെട്ടത്. മദ്യപിച്ച് പ്രതികൾ ഓടിച്ച ധാർ വാഹനമിടിച്ചായിരുന്നു അപകടം. അംബിക അപകടം നടന്ന് 3 ദിവസത്തിന് ശേഷവും രജിത് കഴിഞ്ഞ ദിവസവുമാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് നൽകിയിരുന്നു. ഇയാളെ അന്ന് തന്നെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു. വർഗീയ പരാമർശങ്ങളിൽ CPIക്ക് അതൃപ്തി, പരസ്യ പ്രതികരണം ഒഴിവാക്കുവാൻ ധാരണ. മന്ത്രി സജി ചെറിയാന്റെയും AK ബാലന്റെയും വർഗീയ പരാമർശങ്ങളിൽ CPIക്ക് അതൃപ്തി. പരാമർശങ്ങൾ ഇടതുപക്ഷ സ്വഭാവത്തിന് ചേർന്നതല്ലെന്നും മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കുന്ന പരാമർശം വിലക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യം. വർഗീയ പരാമർശങ്ങൾക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നുവന്നത്. പരാമർശം പിൻവലിച്ച് സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രസ്താവന ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 4 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിച്ചേക്കും. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുവാൻ UAEയിൽ നിർണായക ചർച്ച. യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കുവാൻ UAEയിൽ നിർണായക ചർച്ച ഇന്നും തുടരും.
അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ റഷ്യ, യുക്രൈൻ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി UAE പ്രസിഡന്റ് പ്രതികരിച്ചു. 4 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പരിഹാരം കാണുവാൻ അബുദാബിയിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കലാണ് പ്രധാന ലക്ഷ്യം. ഇന്നലെ ആരംഭിച്ച ചർച്ചയിൽ 3 രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് റഷ്യ വിട്ടുവീഴ്ച ചെയ്യണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. ത്രില്ലടിച്ച് നെഞ്ചു തുടിച്ച് ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. ഭാഗ്യശാലിയെ കാത്ത് കേരളം. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരത്ത് ഗൂർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ലോട്ടറികളുടെ റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ സംസ്ഥാനത്തുണ്ടായത്. അച്ചടിച്ച 55 ലക്ഷം ടിക്കറ്റുകളിൽ ഇതിനോടകം 54,08,880 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. 20 കോടി രൂപയാണ് ക്രിസ്തുമസ് പുതുവത്സര ബമ്പറിന്റെ ഒന്നാം സമ്മാനം. നറുക്കെടുപ്പിൽ 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനമായി ലഭിക്കുന്നു. മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപ വീതം 20 പേർക്കും, 4ാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 20 പേർക്കും, 5ാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. 10 സീരീസുകളിലായുള്ള ടിക്കറ്റിൽ ബമ്പർ സമ്മാനം ലഭിക്കാതെ പോയ മറ്റ് 9 സീരീസിനായി 1 ലക്ഷം രൂപ വീതമുള്ള 9 സമാശ്വാസ സമ്മാനങ്ങളും ഉണ്ടാകും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.